ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. നന്ദനെ അങ്ങനെ ആദ്യ രാത്രി തന്നെ പണി തുടങ്ങി. സ്ലീപ്പിംഗ് പിൽസ് പാലിനകത്ത് കലക്കി കൊടുത്ത് ദീപുവിനെ ഉറക്കി കിടത്തി കഴിഞ്ഞു. ഈ സമയം രാജു ആകെ കൺഫ്യൂഷനിൽ ഇങ്ങനെ വിഷമിച്ച് അവൻ്റെ ബെഡ്റൂമിലിരിക്കുക. ഋതിക അങ്ങോട്ട് കയറി ചെല്ലുന്നുണ്ട്. ഋതിക രാജുവിൻ്റെ ആ ഇരിപ്പ് കണ്ടിട്ട് മനസ്സിലിങ്ങനെ പറയുവാണ്, പഞ്ചപാവമെന്ന് കയറി തെറ്റിദ്ധരിച്ചതാണ് ഞാൻ ചെയ്ത തെറ്റ്. അപ്പോൾ ഇത്രയും നാളും രാജു എന്നെ വഞ്ചിക്കുമായിരുന്നല്ലേ? ഇങ്ങനൊരു ബന്ധമുള്ള കാര്യം എന്നോട് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ ഞാനങ്ങ് ക്ഷമിക്കുമായിരുന്നല്ലോ. എന്തായാലും ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രാജു പറയുമെന്നറിയാമല്ലോ. പെട്ടെന്ന് ഋതിക ആ ഡോർ അങ്ങോട്ട് അടച്ചിട്ട് രാജുവിൻ്റെ അടുത്തോട്ട് ചെല്ലുവാണ്. ഋതിക ആ റൂമിൽ വന്നതോ ഒന്നും രാജു അറിഞ്ഞിട്ടില്ല. രാജു ഇങ്ങനെ ചിന്തിച്ച് തലയും കുമ്പിട്ടിരിക്കുക. അടുത്തോട്ട് ഋതിക എന്നിട്ട് രാജു എന്ന് വിളിക്കുമ്പോൾ പെട്ടെന്ന് രാജു ഞെട്ടി എണീറ്റ് അയ്യോ ഋതു എന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുവാണ്. എന്താ രാജു, ഒരു ടെൻഷൻ പോലെ? ഏയ് എനിക്ക് ടെൻഷനൊന്നുമില്ല, അത് വെറുതെ ഋതുവിന് തോന്നിയതായിരിക്കും. പക്ഷേ ഭയങ്കര ടെൻഷനും ആ കള്ളത്തരം മറയ്ക്കാൻ രാജു ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അത് ഋതുവിന് മനസ്സിലാകുന്നുണ്ട്. രാജു, കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആ നന്ദന ഒരു പാവമായിരിക്കും അല്ലേ? രാജുവിനൊന്നും പറയാമേ. എന്തെങ്കിലും പറയണമല്ലോ എന്ന് ഓർത്തിട്ട് രാജു പെട്ടെന്ന് പറയും, ആ ശരിയാ, പാവമായിരിക്കും. അങ്ങനെ ഒരു മാൻകുട്ടിയുടെ ദീപക് എന്ന കഴുതപ്പുലിയുടെ കയ്യിൽ അതെ എന്നിങ്ങനെ ഒന്നും അറിയാത്തവനെ പോലെ അഭിനയിക്കുവാണ് രാജു. ഒരു മഹാഭാവത്തെ മറ്റൊരുവൻ ചതിക്കുമ്പോൾ രാജുവിനത് കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? ഞാൻ സങ്കടപ്പെട്ടിട്ട് എന്ത് കാര്യം ഋതു, ഇതൊക്കെ ഓരോരുത്തരുടെ വിധിയല്ലേ? ഋതിയുടെ കണ്ണ് നിറയുന്നുണ്ട്. മനസ്സിൽ പറയുക, എന്നെ ചതിച്ചിട്ട് വിധിയുടെ പേര് പറയുന്നു. രാജു ഒരു ചതിയൻ തന്നെയാണ്. രാജുവിനാണെങ്കിൽ ഋതികയുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യമേ ഇല്ല. അവനിങ്ങനെ പതുക്കെ ഓട്ടക്കണ്ടിട്ടാണ് ഋതികയെ നോക്കുന്നത്. പെട്ടെന്ന് ഋതിക, രാജു ഈ നന്ദന ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് രാജുവിന് അറിയാവോ? ഋതുവിൻ്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് രാജു ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുക. ദൈവമേ, പറയണോ? പറയേണ്ടതായിരുന്നെങ്കിൽ നേരത്തെ പറയണമായിരുന്നല്ലോ. ഇപ്പോഴും ഋതുവിന് എന്തു തോന്നും? ചെറിയമ്മ അന്നേരേ പറഞ്ഞതാ പറയണമെന്ന്. ഇനിയിപ്പോൾ സമയവും കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഇനി പറയണ്ട. രാജു ഇനി എന്ത് പറയണമെന്നറിയാതെ ഇങ്ങനെ ചിന്തിക്കുന്ന കണ്ടുകൊണ്ട് ഋതിക വീണ്ടും ചോദിക്കുക, രാജു ഞാൻ ചോദിച്ചതിന് എന്താ മറുപടി പറയാത്ത? രാജു എന്തോ ചിന്തിച്ചോണ്ട് നിൽക്കുന്നത്. അല്ല ഋതു എന്തുവാ ചോദിച്ചത്? ഈ നന്ദന ഏത് കോളേജിലാണ് പഠിച്ചതെന്ന്. അയ്യോ അതെങ്ങനെ എനിക്കറിയാൻ ഋതു? പെട്ടെന്ന് ഋതിക ആകെ സങ്കടത്തോടെ മനസ്സിൽ പറയുന്നുണ്ട്, ഞാൻ കരുതിയതുപോലെ അല്ല ഈ രാജു പഠിച്ച കള്ളനാ. അല്ല രാജു നന്ദന ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇല്ല ഋതു, ഞാൻ ആദ്യമായിട്ട് അവളെ ഇവിടെ വെച്ചല്ലേ കാണുന്നത്. എൻ്റെ ദൈവമേ, എല്ലാം തുറന്നു പറഞ്ഞാലോ? ഋതു ഇനി എങ്ങാണോ എന്നെ തെറ്റിദ്ധരിക്കുവോ? അല്ലെങ്കിൽ പറഞ്ഞേക്കാം. അയ്യോ വേണ്ട, ഇപ്പം പറഞ്ഞാൽ ചിലപ്പോൾ വല്ല പുലിവാലും ആയാലോ? രാജു ആകെ കൺഫ്യൂഷനിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുക. ഋതിക രാജുവിനെ തന്നെ നോക്കുക. ഈ മനുഷ്യനൊക്കെ ഇങ്ങനെയാണോ? എങ്ങനെ ഈ മനുഷ്യനൊക്കെ ഇങ്ങനെ ചതിക്കാൻ പറ്റുന്നു? ഋതികയുടെ ചങ്ക് പിടയുവാണ്. കണ്ണ് നിറഞ്ഞിങ്ങനെ രാജുവിനെ നോക്കുന്നുണ്ട്. പക്ഷേ രാജു അതൊന്നും ശ്രദ്ധിക്കാതെ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയം നന്ദന അനന്തംപിള്ളയ്ക്ക് ഫോൺ ചെയ്യുവാണ്. അനന്തംപിള്ള ഫോൺ എടുത്തിട്ട്, ആ മോളെ, അച്ഛൻ പറഞ്ഞതുപോലൊക്കെ തന്നെ ഞാൻ എല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ഈ ദീപക് ഉണ്ടല്ലോ, അവൻ നല്ല കൂർക്കം വലിച്ച് ഉറങ്ങിക്കഴിഞ്ഞു. ഇവനൊരു പബ്ലിക് ന്യൂസൻസ് ആണല്ലോ അവൻ വെറും കൺട്രിയാ മോളെ. അച്ഛൻ ധൈര്യമായിട്ടിരുന്നോ? എനിക്ക് എൻ്റെ മോളെ നല്ല വിശ്വാസമാണ്. എൻ്റെ അച്ഛൻ വിശ്വസിച്ചോ, ഇനി എല്ലാം ഈ നന്ദനയുടെ കൈപ്പിടിക്കുള്ളിലായിരിക്കും. അച്ഛനെ കൊണ്ട് സാധിക്കാത്തത് ഈ മകൾ സാധിച്ചു തരും. അനന്തംപിള്ള സന്തോഷത്തോടെ ഇങ്ങനെ പൊട്ടിച്ചിരിക്കുവാണ്. അപ്പോൾ നന്ദന വന്നിരിക്കുന്ന സാധാരണ വരവല്ല, അച്ഛനും മകളും കൂടെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുള്ള വരവായിരുന്നു. പ്രതാപൻ്റെ ആ കുടുംബത്തിൻ്റെ നാശം കണ്ടിട്ടേ ഇനി നന്ദന പോകത്തുള്ളെന്ന് തോന്നുന്നു. രാത്രിയിൽ രാജുവിനും ഋതികയ്ക്കും ഉറക്കം വരുന്നില്ല. ഋതിക തിരിഞ്ഞു കിടന്നിങ്ങനെ സങ്കടപ്പെട്ട് കിടക്കുക. രാജുവാണെങ്കിൽ മനസ്സിൽ പറയുക, ദൈവമേ, ആ നാശം പിടിച്ച പെണ്ണുകൂടെ ഉള്ളതുകൊണ്ട് മനസ്സിനൊരു സമാധാനമില്ലല്ലോ. മണ്ടത്തരമായിപ്പോയി. എല്ലാം ഋതുവിനോട് നേരത്തെ പറയേണ്ടതായിരുന്നു. ഋതികയാണെങ്കിൽ രാജു പറഞ്ഞ കള്ളത്തരം ഓർത്തിങ്ങനെ വിഷമിക്കുക. നന്ദന ഏത് കോളേജിലാണ് പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ അത് എനിക്കെങ്ങനെ അറിയാമെന്നാണല്ലോ രാജു പറഞ്ഞത്. നന്ദനെ ആദ്യമായിട്ട് ഇവിടെ വെച്ചാണ് കാണുന്നതോടെ പറഞ്ഞല്ലോ. ഇത്രയ്ക്ക് വലിയ കള്ളനാണല്ലോ രാജു. ഇങ്ങനെ ചതിക്കുന്ന ഒരാളോടൊപ്പം ഞാനിനി എങ്ങനെ ജീവിക്കും? നന്ദനയുടെ കള്ളത്തരം ഒന്നും അറിയാതെ നമ്മുടെ അഴകിയ രാവണൻ ദീപക് നല്ല ഉറക്കമാണ്. രാവിലെ പെട്ടെന്ന് ഞെട്ടി എണീറ്റിട്ട്, എന്തൊരു കഷ്ടമായിപ്പോയി, ഞാൻ ഉറങ്ങിപ്പോയായിരുന്നല്ലോ. നാണക്കേട്, നന്ദനയുടെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് നന്ദനെ കുളിച്ച് തലയിങ്ങനെ തോർത്തിക്കൊണ്ട് വരുവാണ്. ഒരു ചമ്മിയ ചിരിയോടെ ദീപക് ഇങ്ങനെ നന്ദനെ നോക്കുക. നന്ദനെ അടുത്തോട്ട് വന്നിട്ട്, ഗുഡ് മോർണിംഗ് ദീപേട്ട. സോറി നന്ദനെ, എക്സ്ട്രീംലി സോറി, ഞാനങ്ങ് ഉറങ്ങിപ്പോയായിരുന്നു. അതൊന്നും സാരമില്ല ദീപേട്ട, വെളുപ്പിനെ 3:30 കഴിഞ്ഞതിന് ശേഷമാണ് ദീപേട്ടൻ ഉറങ്ങിയത്. റൊമാൻസിൻ്റെ ചിരിയോടെ നന്ദന പറ, പിന്നെ മനുഷ്യൻ ഉറങ്ങണ്ടേ? എന്താ നന്ദന പറയുന്നത്? ഞാൻ ഉറങ്ങിയത് വെളുപ്പിനെ 3:30.
അതേ ദീപേട്ടാ, ഞാൻ ആ സമയത്ത് ഫോണിൽ നോക്കിയായിരുന്നു. കൃത്യം 3:35. ദീപക്ക് മനസ്സിൽ പറയാം, ഇവള് വന്ന് കയറിയതിന് ശേഷം 10 മിനിറ്റിനകം ഞാനങ്ങ് ഉറങ്ങിയായിരുന്നല്ലോ. ഞാനാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും അടിച്ചിട്ടുമില്ല. പിന്നെന്താ എനിക്കത് ഓർക്കാൻ പറ്റാത്തത്? എന്നെയാണെങ്കിൽ ഒരുപോലെ കണ്ണടയ്ക്കാൻ സമ്മതിപ്പിച്ചില്ല ഈ ദീപു. ഇങ്ങനെയുണ്ടോ ഒരു കുട്ടിക്കുറുമ്പൻ? പകല് കാണുന്ന ആള് പോലെയൊന്നും അല്ലല്ലോ ഈ ദീപുവേട്ടൻ. ഇഞ്ചി നിന്ന കുരങ്ങിനെ പോലെ ദീപക്ക് ആലോചിക്കുക. ചേടാ, ഇവളെന്തൊക്കെയായി പറയുന്നത്? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. നന്ദന വീണ്ടും അഭിനയിക്കുക. കാട്ടാന കരിമ്പന്തോട്ടത്തിൽ കയറിയതുപോലെയായിരുന്നു. എന്താ ഒരു ബഹളം! ദീപേട്ടന് ഇത്രയധികം പെൺകുട്ടികളായിട്ട് അടുപ്പമുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ തന്നെ നക്ഷത്രം എണ്ണിപ്പോയി. പാർവതി, സുസ്മിത, അശ്വതി, മരിയ, സുനിത. അയ്യേ, അങ്ങനെയൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോ? കൊള്ളാം, വിളിച്ച് പറഞ്ഞോന്നോ? എന്തൊക്കെ കഥകളാ ദീപുവേട്ടൻ പറഞ്ഞത്. ഏതോ ഒരു പെൺകുട്ടിയുടെ ആങ്ങളമാരെല്ലാവരും കൂടെ എടുത്തിട്ട് അലക്കിയ കാര്യം വരെ ദീപുവേട്ടൻ എന്നോട് പറഞ്ഞു. ചമ്മലോടെ ദീപക്ക് പറയാ, ഫസ്റ്റ് നൈറ്റിൻ്റെ ആ ഒരു ത്രില്ലില് ഞാൻ എല്ലാം അങ്ങ് മറന്നുപോയി. കുളിച്ച് നിൽക്കുന്ന അവളെ കണ്ടിട്ട് ദീപക്കിന് അവളെ ഒന്ന് തൊടണം പോലെ തോന്നി. പെട്ടെന്ന് ദീപക്ക് അവിടെ കഴുത്തിലോട്ട് ഇങ്ങനെ കൈ വെക്കാൻ പോകും. ആ കൈ അവളങ്ങോട്ട് തട്ടി മാറ്റിയിട്ട്, തൊടരുത് ദീപുവേട്ട, ഞാനിപ്പോൾ കുളിച്ചിട്ട് വന്നതല്ല അവള്. ഇനി എന്തെല്ലാം പരിപാടികളുണ്ടെന്നറിയാവോ? എന്തെല്ലാം പരിപാടികളാ? അതെ, പൂജാറൂമിൽ വിളക്ക് കൊളുത്തണം, തുളസിത്തറയിൽ വിളക്ക് കൊളുത്തി വലം വെക്കണം, സൂര്യ നമസ്കാരം ചെയ്യണം, ലളിതാ സഹസ്രനാമം ചെയ്യണം, അത് കഴിഞ്ഞ് വിഷ്ണു സഹസ്രനാമം, ജ്ഞാനപ്പാന, ശിവ പഞ്ചാശരി. അങ്ങനെ പ്രാർത്ഥനകൾ അങ്ങനെ കിടക്കുമല്ലേ ദീപുവേട്ട? ദീപു പറ, എന്നാൽ പിന്നെ ഏതെങ്കിലും അമ്പലത്തിൽ പോയി ഭജന ഇരുന്നാൽ പോരായിരുന്നോ? എന്തിനാ പിന്നെ കല്യാണം കഴിച്ചത്? എടാ ദീപു, നിന്നെ ഇട്ട് ഞാൻ വട്ടം ചിട്ടിക്കുവടാ, നന്ദന മനസ്സിൽ പറയുക. ഇന്നലെ രാത്രി ഉറക്ക ഗുളിയെ തന്ന് നിന്നെ ഉറക്കിയതുപോലെ ഇന്നും ഞാൻ ഉറക്കും. നിന്നെ എൻ്റെ ദേഹത്ത് തൊടാൻ ഞാൻ അനുവദിക്കില്ല. നന്ദു, ഈ പ്രാർത്ഥനയൊക്കെ ഒന്ന് കുറയ്ക്കാം. അയ്യോ, എന്തുവാ ദീപേട്ടായി പറഞ്ഞത്? പ്രാർത്ഥനയല്ലേ പ്രാധാന്യം? ഫാമിലി ലൈഫൊക്കെ രാത്രി എന്തെങ്കിലും കിടക്കുമല്ലേ? ഈ ദീപുവേട്ടൻ കുഞ്ഞിക്കുറുമ്പൻ, ഒരു നാണമില്ലേ ദീപുവേട്ടന് എന്നും പറഞ്ഞ് റൊമാൻസ് കാണിച്ചുകൊണ്ട് അവൻ്റെ കവിളത്തൊരു നുള്ളു കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ്. നന്ദനെ കുളി കഴിഞ്ഞ് കയ്യിലെ ടൗലുമായിട്ട് ഇങ്ങനെ ഓടിപ്പോകുന്നത് അംബിക കണ്ട് അംബികയ്ക്കതൊരു വലിയ സന്തോഷം. കയറ് പൊട്ടിച്ചോടുന്ന പശുവിനെ പോലെ ഉണ്ടല്ലോ. എന്തായാലും നന്നായി. മുകളിലത്തെ നിലയിൽ കിടക്കുന്ന ആ തൊട്ടിൽ ഒന്ന് തട്ടിക്കുടഞ്ഞെടുത്ത് വെക്കണം. ഞാൻ അച്ചമ്മയാകാനുള്ള സമയമായി. പ്രതാപൻ റൂമിലിരുന്ന് മൊബൈലിൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുക. അമ്പി അങ്ങോട്ട് ഇരുന്ന്, മോനെ പ്രതാപ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ചേച്ചി, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എത്രയാ പറഞ്ഞോളൂ വല്യമ്മാവാ എന്ന് വിളിച്ച് ചിരിച്ചുകൊണ്ട് ഒരു ഡ്രെയിൽ കോഫിയായിട്ട് നന്ദനെ അങ്ങോട്ട് വരിക. പ്രതാപൻ ഇങ്ങനെ അതിശയത്തോടെ നോക്കുന്നുണ്ട്. സുപ്രഭാതം വല്യമ്മാവ, സുപ്രഭാതം മോളെ, സുപ്രഭാതം അമ്മേ, സുപ്രഭാതം മോളെ എന്നിങ്ങനെ അംബികയും പ്രതാപനും മാറി മാറി പറയുന്നുണ്ട്. പ്രതാപൻ കോഫി കുടിക്കുന്നെങ്കിലും മനസ്സിൽ പറയാം, പുത്തനച്ചി പെരപ്പറ തൂക്കും. ഇങ്ങനെയാണ് പറയാറുള്ളത്. ഇതും അതുതന്നെയാണോ? അപ്പോഴാണ് സുപ്രഭാതം പാട്ടും അവിടെ കേൾക്കുന്നുണ്ട്. ഇതെവിടുന്നാണ് ഇത് കേൾക്കുന്നത്? പ്രതാപൻ ചോദിക്കുക. കൗസല്യ സുപ്രഭാതമാണല്ലോ കേൾക്കുന്നത്. വല്യമ്മാവ, ഇത് എൻ്റെ കയ്യിൽ നിന്ന് മൊബൈൽ കാണിക്കാം. ഞാൻ വെളുപ്പിന് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ എഴുന്നേറ്റ് സുപ്രഭാതം കേൾക്കും. പ്രതാപനൊരു സംശയം. നീ അമേരിക്കയിലായിരുന്നെന്നല്ലേ പറഞ്ഞത്? ഞാൻ അവിടെ വെച്ചാണ് ഇത് തുടങ്ങിയത്. പിന്നെ നാട്ടിൽ ചെന്ന് താമസിച്ചിട്ട് സംസ്കൃത ഭക്തിഗാനം നീ കേൾക്കുന്നു. എമ്മയാമവും സരസ്വതിയാമവും കഴിഞ്ഞ് നേരം പുലർന്ന് സൂര്യൻ ഉദിക്കുന്നവരെ ഞാൻ ഭക്തിമാർഗമാണ്. അംബിക ഒരു ചോദ്യം. അല്ല, മോൾ അമ്പലത്തിൽ പോകാറില്ലേ? എന്തിന്? ശ്രീകോവിലം നമ്മുടെ ഹൃദയത്തിൽ തന്നെയല്ലേ അമ്മേ? അംബിക മനസ്സിൽ പറയുക, എൻ്റെ ദൈവമേ, ഇവളൊരു ജ്ഞാനിയും എൻ്റെ മകനൊരു അജ്ഞാനിയാണല്ലോ. ഇനി കുഴയുവോ? ചായ എങ്ങനെയുണ്ട് വല്യമ്മാവ? ആ, കൊള്ളാം. ഇതേ ജിഞ്ചർ ടീയാ. ഇനി മുതൽ ഞാൻ വല്യമ്മാവനും അമ്മയ്ക്കും ദീപുവേട്ടനും തരാൻ പോകുന്നത് ജിഞ്ചർ ടീയാ. അല്ല നന്ദനെ, ഈ ജിഞ്ചർ ടീയുടെ പ്രത്യേകത എന്തുവാ? ഇഞ്ചി ഒരു മെഡിസിൻ അല്ലേ? കൊറോണ വരെ തോൽപ്പിച്ചത് ഈ ഇഞ്ചിയല്ലേ? ഇത് മാത്രമല്ല വല്യമ്മാവ, നല്ല വിശപ്പും ഉണ്ടാവും. അപ്പോൾ രുചിയോടെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാം. നിങ്ങൾ രണ്ടുപേരും അവരവരുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാ, അത് കണ്ടാൽ തന്നെ അറിയാം. എങ്കിലും ഞാൻ പറയാം, രാവിലെ ഒരു 30 മിനിറ്റെങ്കിലും രണ്ടുപേരും നടക്കണം. ഞാൻ നടക്കാറുണ്ട്. പ്രതാപൻ പറയാം. വല്യമ്മാവന് ഷുഗർ ഉണ്ടോ? ഇല്ല. കൊളസ്ട്രോളോ? ഇല്ല. ലേശം പ്രഷറുണ്ട്. ഇതിനുള്ള മെഡിസിൻ ഞാൻ കഴിക്കുന്നുമുണ്ട്. എന്നാലേ ഉടനെ തന്നെ രണ്ടുപേരും ഒരു ഫുൾ ചെക്കപ്പ് നടത്തണം. എപ്പോഴും ആരോഗ്യം ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അയ്യോ, ഒരു കാര്യം മറന്നു. മറ്റുള്ളവർക്ക് ആർക്കും ഞാൻ ബെഡ് കോഫി കൊടുത്തില്ല. അംബിക പറയാ. ദീപക്കിനൊഴിച്ച് മറ്റുള്ളവർക്ക് ആർക്കും എൻ്റെ മോള് ബെഡ് കോഫി കൊടുക്കണ്ട. അത് അവരവർ തന്നെ വന്നെടുത്ത് കുടിച്ചോളും. എന്നാൽ ശരിയമ്മേ എന്നും പറഞ്ഞ് നന്ദനെ ഒന്നും അറിയാത്തൊരു അപ്പാവിയെപ്പോലെ പോകുന്നുണ്ട്. അവൻ അംബികയോട് ചോദിക്കും, അല്ല ഋതുമോൾ എവിടെ? അതിന് അവളൊക്കെ ഈ സമയത്ത് എഴുന്നേക്കുമോ? കാലയിലോട്ടും തലയിലോട്ടും ഒക്കെ വെയിലടിക്കണം. നാളെ എഴുന്നേറ്റ് വരും. ഒരു വീടിന് തന്നെ ഐശ്വര്യക്കേടാ അതൊക്കെ. മോനെ, നീ കണ്ടില്ലേ അമേരിക്ക വളർന്ന കൊച്ച? എന്നിട്ടും എൻ്റെ ചിട്ടവട്ടങ്ങളൊക്കെ കണ്ടോ?
ഇതൊക്കെയാണ് ഭാരത സ്ത്രീധൻ ഭാവശുദ്ധി. എള്ളെണ്ണ തേച്ച് കുളിച്ച് ഈറം മുടിയിൽ തുളസിക്കതിരും ചൂടി നെറ്റിയിൽ ചന്ദനക്കുറിയും സീമന്തരേഖയിൽ കുങ്കുമവും ചാർത്തി നന്ദനമോടെ ആ വരവ് കണ്ടില്ലേ, എന്താ ഒരു ഐശ്വര്യം. അല്ലാതെ ഋതികയെ പോലെ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ പ്രതാപൻ അത്രയ്ക്ക് ഇഷ്ടമല്ലാത്ത രീതിക്കൊരു നോട്ടം നോക്കി പെട്ടെന്ന് അംബിക എഴുന്നേറ്റങ്ങ് പോയി. യാമിനി എഴുന്നേറ്റ് വന്ന് ഋതികയുടെ റൂമിൻ്റെ ഡോറ് തട്ടുക. നേരെ ഇത്രയായിട്ട് ഈ കുട്ടികളെന്താ എഴുന്നേക്കാറ്റത്? ഋതുമോളെ, രാജു എന്നും പറഞ്ഞ് യാമിനി കഥക് തട്ടുന്നുണ്ട്. രാജുവും ഋതിക എഴുന്നേക്കുന്നുണ്ട്. ദാ വരുന്ന ചെറിയമ്മേ എന്നും പറഞ്ഞ് ഋതിക എന്ന് കഥവ് തുറക്കുമ്പോൾ ഗുഡ് മോർണിംഗ് മോളെ എന്നും പറഞ്ഞ് യാമിനി നിൽക്കുവാണ്. എന്തൊരു ഉറക്കമാണ് നിങ്ങൾ രണ്ടുപേരും ഇന്ന്? എന്ത് പറ്റി ഇങ്ങനെ ഉറങ്ങാൻ? ഓരോന്ന് ആലോചിച്ച് കിടന്നപ്പോൾ അങ്ങ് ഉറങ്ങിപ്പോയി ചെറിയമ്മേ. അത് കൊള്ളാലോ, എന്തുവാ രണ്ടുപേർക്ക് ഇത്രമാത്രം ഓർക്കാൻ? എത്ര പെൺമക്കളെയാണ് നിങ്ങൾ കല്യാണം കഴിച്ച് വിട്ടത്? ഋതിക സങ്കടത്തോടെ പറയുന്നുണ്ട്. ഓർക്കാനും വിഷമിക്കാനും അത് മാത്രമല്ലല്ലോ ചെറിയമ്മ ഉള്ളത്, വേറെയും പല കാര്യങ്ങൾ കാണുമല്ലോ. രാജു ഒന്നും ഞെട്ടുന്നുണ്ട്. പക്ഷെ യാമിനിക്കൊന്നും മനസ്സിലായില്ല. നിങ്ങൾക്ക് ഞാൻ ബെഡ് കോഫി എടുത്തില്ല, നിങ്ങൾ പല്ല് തേച്ചിട്ടല്ല കുടിക്കത്തുള്ളൂ. രാജു കള്ളം പറഞ്ഞല്ലോ എന്നുള്ള വിഷമം ഋതികയുടെ മുഖത്ത്. ഋതിയോട് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ, ഋതിക ഇത് എങ്ങനെ എടുക്കും എന്നുള്ള ഭാവത്തിൽ രാജുവിൻ്റെ മനസ്സും. ഇതെന്തു പറ്റി? നിങ്ങൾ രണ്ടുപേരും വഴക്ക് കൂടിയോ? ഏയ് ഒന്നുമില്ല. എങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഹോളിലോട്ട് വാ. പുത്തനച്ചിയെ പെരപ്പുറം തൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ വേഗം വന്നാൽ എല്ലാം കാണാം. പ്രതാപൻ യാമിനിയോടും ശേഖരനോടും പറയാം. എന്തായാലും മുതിരയും മോരും പോലെ ഈ ദീപക്കെന്ന അലവലാതിക്ക് ഒട്ടും ചേർന്നതല്ല അവള്. ശരിയാ ചേട്ടാ, എനിക്കും അത് തോന്നിയതാ. ചെമ്മീൻ കറിയും നാരങ്ങാ വെള്ളവും പോലെ. ആ പെണ്ണ് നല്ലൊരു തറവാട്ടിൽ പറഞ്ഞ എന്തൊരു ഐശ്വര്യം അതിനെ കാണാന്. പ്രതാപന്റെ അഭിപ്രായമാണ്. ഈ വൃത്തികെട്ടവനോട് ആ കുട്ടി ചേർന്ന് പോകുമോ ചേട്ടാ? അതാ എനിക്കും സംശയം. അവൻ കുറുക്കനല്ലേ? അത് ശരിയാ, കുറുക്കൻ്റെ കയ്യിൽ കോഴിയെ കിട്ടിയാൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പറയേണ്ടതില്ലല്ലോ. നന്നാകാനാണെങ്കിൽ ഒരു ഗോൾഡൻ ചാൻസാ ആ പെണ്ണ്. അവളുടെ കൂടെ അന്തസ്സായിട്ട് അവന് ജീവിക്കാം. മറ്റൊരു കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് സംശയം. അതെന്താ ചേട്ടാ, ഈ അനന്തം പിള്ളയ്ക്ക് ഇത്രയും നല്ലൊരു മകൾ എങ്ങനെ ഉണ്ടായി? യാമിനി പറയും. അതിലൊന്നും അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ചേട്ടാ, ചെളിയിൽ നിന്നല്ലേ ചെന്താമര വിരിയുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് അംബികയും ശിവകാമയും നന്ദനയും ദീപക്കും എല്ലാം ഇറങ്ങി വരുവാണ്. ശിവകാമയുടെ കയ്യിൽ ബാഗുണ്ട്. പെട്ടെന്ന് ദീപക്, അമ്മേ ബാഗ് ഞാൻ പിടിക്കാം എന്ന് പറഞ്ഞാൽ ബാഗും ഒക്കെ പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അംബിക പറയുക, പ്രതാപ ശിവകാമി പോവുകയാണെന്ന്. അതെന്താ, മുള്ളേ ചവിട്ടി നിൽക്കുന്ന പോലെയാണല്ലോ ശിവകാമി. പോകണം വർമ്മ സാറേ, ബോംബെയിലല്ലേ സ്ഥിരതാമസം? അപ്പോൾ പാലക്കാടോ? അത് തറവാടാ. യാമിനി ചോദിക്കുക, ബോംബെയിൽ ഫ്ലാറ്റിലാണോ? അതെ, ബൈക്കുളയിൽ. അംബിക പറയുക, ഒറ്റയ്ക്ക് എന്തിനാ അവിടെ പോയി താമസിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചതാ. അനന്തമുള്ള ജയിലിലല്ലേ, ജയിലിൽ നിന്ന് വരുന്നത് വരെ നമുക്കിവിടെ കൂടാമെന്ന് ഞാൻ പറഞ്ഞതാ. അപ്പോൾ രാജുവും ഋതികയെ അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ശിവകാമി പറയാം, മോളെ ഇവിടെ ആക്കിയിട്ട് പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അതൊരമ്മയുടെ സങ്കടം മാത്രമാണ്. പക്ഷെ ആ സങ്കടം നിങ്ങളെല്ലാവരും ഓർക്കുമ്പോൾ അതങ്ങ് മാറും. ഇതിൻ്റെ കാരണം അത്ര നല്ല ഒരു തറവാട്ടിലേക്ക് എൻ്റെ പാവം കുട്ടി വന്നിരിക്കുന്നത്. ശിവകാമി വിഷമിക്കൊന്നും വേണ്ട, ഞങ്ങളൊക്കെ നല്ല ആളുകൾ തന്നെ. അയ്യോ സാറേ, അതുകൊണ്ടല്ല, അതെനിക്ക് നന്നായിട്ടറിയാം. നന്ദനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞങ്ങൾ നന്ദനെ നോക്കിക്കോളാം. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ശിവകാമി പോവാണ്. അമ്മ വാ എന്നും പറഞ്ഞ് കൂടെ ദീപക്കും പോകുന്നുണ്ട്. പ്രതാപൻ രാജുവിനോട് ചോദിക്കുക, നന്ദന നല്ല കുട്ടിയാ അല്ലേ രാജു? അതെ സാറേ. അത് കേട്ട് ഋതിക വീണ്ടും സങ്കടത്തോടെ രാജുവിനെ നോക്കുന്നുണ്ട്. ദീപക്കിനെ അവൾ മാറ്റിയെടുത്തേക്കും അല്ലേ? അതെ സാറേ, ദീപക്കിനെ മാറ്റിയെടുത്തേക്കും. ഋതിയുടെ മുഖത്ത് സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. വല്ലാത്തൊരു മൂഡ് ഓഫ് ആണല്ലോ ഋതു എന്നിങ്ങനെ ഓട്ടക്കണ്ണിട്ട് തന്നെ രാജു ഋതിയെ നോക്കുന്നുമുണ്ട്. രാധമ്മ ഇങ്ങനെ രാവിലെ വഴിയിലോട്ട് നോക്കി നിൽക്കുക. പ്രിയ വന്നിട്ട് ചോദിക്കുക, അമ്മ ഇത് ആരെ നോക്കി നിൽക്കുക? ഞാൻ പിള്ളേരെ നോക്കി നിൽക്കുക. ആരെ? രാജുവിനെ ഋതിക. പിന്നെ അവരെ അല്ലാതെ പിന്നെ ഞാൻ ആരെ നോക്കി നിൽക്കാനാ? അവിടെ കല്യാണമേളയല്ലായിരുന്നു അമ്മേ. കല്യാണമൊക്കെ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞെന്നാ തോന്നുന്നത്. അല്ല, രാജുവിൻ്റെ കുടുംബക്കാരായ നമ്മളെ എന്താ അമ്മേ അവർ കല്യാണത്തിന് വിളിക്കാഞ്ഞത്? അതിനത് അംബികയുടെ മോൻ്റെ കല്യാണം. ഓ അത് ശരിയാണല്ലോ, അലവലാതിര കല്യാണമായിരുന്നല്ലോ. അതിന് വിളിച്ചാലും ആരും ചെല്ലില്ലെന്നറിയാം, അതുകൊണ്ടായിരിക്കും വിളിക്കാതിരുന്നത്. അവനിപ്പോൾ കെട്ടിയിരിക്കുന്ന മലവിഴുങ്ങി അനന്തമ്പിള്ളയുടെ മോളെയല്ലേ. ഇതൊക്കെ ശാശ്വതമാകുമോ എന്തോ. ആ അമ്മയും മകനെയും മൊത്തത്തിൽ ആനന്ദംപിള്ളയെ അങ്ങ് വിഴുങ്ങും. പല വലകൾ പൊട്ടിച്ച് വന്ന് ഒരു പെരുവലയിൽ അങ്ങ് വന്ന് കുടുങ്ങും. അങ്ങനെ ഒരു പഴമൊഴിയുണ്ട്, മോള് കേട്ടിട്ടില്ലേ? അനന്തംപിള്ളയുടെ മകളുടെ കൈകൊണ്ടായിരിക്കും അംബികയുടെ മകൻ്റെ അന്ത്യം. അപ്പോൾ രാജുവും ഋതികയും കൂടെ അങ്ങോട്ട് വരുന്നുണ്ട്. ദാണ്ട വരുന്നുണ്ടല്ലോ അവർ. ഋതികയുടെ മുഖത്തൊരു സന്തോഷമൊന്നും കാണുന്നില്ല. മോളെ എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണമൊക്കെ? കല്യാണമൊക്കെ കഴിഞ്ഞു രാധമ്മേ. പ്രിയ ചോദിക്കുക, ആ പൂവാലൻ രാജകുമാരൻ്റെ പെണ്ണെങ്ങനെയുണ്ട്? നല്ല സ്വഭാവമാണ്. അവന് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരർത്ഥം വെച്ച് രാജുവിനെ നോക്കിയാണ് പറയുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, രാധമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. വന്നത് മുതൽ ഋതികയുടെ മുഖത്തൊരു സന്തോഷമില്ല. രാജുവിനും ആകെ ഒരു മൗനം. ഇനി എന്തായിരിക്കും കാര്യമെന്ന് രാധമ്മ ചോദിച്ചറിയുമോ? അപ്പോൾ സത്യങ്ങളെല്ലാം ഋതിക രാധമ്മയോട് പറയുമോ?
ഇനി ഋതിക സത്യമെല്ലാം മനസ്സിലാക്കി വരുമ്പോഴത്തേക്കും അനന്തംപിള്ളയുടെ മകൾ ഋതികയുടെയും രാജുവിൻ്റെയും പ്രതാപൻ്റെയും എല്ലാം കുടുംബം തകർത്ത് കളയുമോ എന്നുള്ളതൊക്കെ ഇനി നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.